വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. എല്ലാവർക്കും മെം സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഇതിനു മുൻപ് 2 വ്യക്തികളെ കണ്ടു. ആരൊക്കെയായിരുന്നു? ജി ശങ്കരക്കുറുപ്പും എസ് കെ പൊറ്റക്കാടും. മൂന്നാമത്തെ വ്യക്തിയിലേക്ക് നമ്മളിതാ കടക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും എൻ്റെ കൂടെ വരണേ. വരാൻ പറഞ്ഞാൽ എല്ലാവരും ഫോൺ എടുത്തതിൻ്റെ കൂടെ എഴുന്നേറ്റ് വരാനല്ല, ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ നിങ്ങളും വരണം. ഓക്കെ, നമ്മൾ ഒരുമിച്ചുള്ള സഞ്ചാരമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. ആ വിശ്വാസത്തോടു കൂടി പഠിക്കുക, വിജയത്തിലെത്തുക. ശരി, ക്ലാസ്സിലേക്ക് കിടക്കാം. തകഴി ശിവശങ്കര പിള്ള എന്നുള്ള വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക, സാഹിത്യകാരനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. മൂന്നാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നാ ജനിച്ചത് നോക്കൂ. 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. അതുകൊണ്ടാണല്ലോ തകഴി ശിവശങ്കര പിള്ള എന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി ചെറുകഥാകാരൻ, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് 1984 കയർ എന്ന നോവലിന് ആണ് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഇത്രയുമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. 1912 ഏപ്രിൽ 17 ജനിച്ചു. എവിടെ? ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന സ്ഥലത്ത് ജനിച്ചു. ഏതൊക്കെ നിലകളിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ചെറുകഥാകാരൻ, നോവലിസ്റ്റ് എന്നീ നിലകളിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് 1984 ഏതായിരുന്നു കൃതി? കയർ എന്ന നോവലിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നാണ് അറിയപ്പെടുക. പിന്നെ എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട്? കേരള മോപ്പസാങ് എന്നും അറിയപ്പെടുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് എന്താണ്? കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഊഹിക്കും ആലപ്പുഴ, തകഴിയാവുമ്പോൾ കുട്ടനാട്, ആലപ്പുഴയാകുമ്പോൾ കുട്ടനാടുണ്ട്, അപ്പോൾ പിന്നെ കുട്ടനാടിന്റെ കഥാകാരൻ തകഴിയായിരിക്കും എന്നൊക്കെ നമ്മൾ കറക്കി കുത്തും. പക്ഷേ കേരള മോപ്പസാങ് എന്നുള്ളത് പഠിച്ചു വെച്ചേ കഴിയൂ. അപ്പോൾ കേരള മോപ്പസാങ് എന്നും കുട്ടനാടിൻ്റെ ഇതിഹാസകാരനെന്നും നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? തകഴി ശിവശങ്കര പിള്ള. ശരി, അടുത്തതിലേക്ക് പോവാം. ഇവിടെ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ, കേരളമല്ല കേരള മോപ്പസാങ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്താണ് ജീവൽ സാഹിത്യം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ മുമ്പ് വന്നിട്ടുള്ള ആദ്യകാല നോവലുകളൊക്കെ എന്ന് പറയുന്നത് ഇന്ദിലേക്കാണെങ്കിലും മാർത്താണ്ഡവർമ്മയാണെങ്കിലും ഒക്കെ ഒരു സാങ്കല്പിക കഥകൾ, നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത മനുഷ്യന്മാരുടെ അതിമാനുഷ്യമായ കഥകൾ അല്ലെങ്കിൽ സാങ്കല്പിക കഥകളും ഒക്കെയാണ് അതിനകത്ത് നോവലിനകത്തും സാഹിത്യത്തിനകത്തും ഒക്കെ വന്നിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് സാധാരണ മനുഷ്യൻ്റെ ജീവിതം കൂടി നോവലിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ജീവൽ സാഹിത്യം എന്ന് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നത് വലിയൊരു ഏരിയയാണ്, അല്ലെങ്കിൽ നമുക്ക് പോകണ്ട. അപ്പോൾ എന്താണ്? റിയലിസ്റ്റിക് ആയിട്ട് കഥകളെ അവതരിപ്പിക്കുക. ഇപ്പോൾ തോട്ടിയുടെ മകനാണെങ്കിലും പിന്നെ എന്താണ് നമ്മുടെ കേശവദേവിൻ്റെ ഓടയിൽ നിന്നാണെങ്കിലും ഒക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ചുള്ള കഥകളാണ്. അപ്പോൾ അത്രയും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ എഴുതുന്ന ഒരു സമ്പ്രദായത്തെയാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയിരിക്കുക. മനുഷ്യരുടെ കഥകൾ, അല്ലേ, മനുഷ്യർക്ക് വേണ്ടിയിട്ട് സാഹിത്യം മനുഷ്യരുടെ ജീവിതത്തിന് ഉതകുന്നതായിരിക്കണം എന്നുള്ള ഒരു ആശയം പങ്കുവയ്ക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ജീവൽ സാഹിത്യ പ്രസ്ഥാനം. ഓക്കെ, ശരി. അപ്പോൾ അതിൻ്റെ വക്താവായിരുന്നു ആര്? നമ്മുടെ തകഴി കേട്ടോ. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിരുന്നു തകഴി. നോക്കൂ, 13-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി ഒരു കഥ രചിക്കുന്നത്. എത്രാമത്തെ വയസ്സിലാണ്? 13-ാം വയസ്സിൽ. 13-ാം വയസ്സിൽ നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ വല്ല കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? പുള്ളിക്കാരൻ എന്ത് ചെയ്യായിരുന്നു? 13-ാം വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ ചെറുകഥ രചിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ 13-ാം വയസ്സിൽ ആദ്യ ചെറുകഥ രചിക്കുകയായിരുന്നു? ഞാൻ പോക്കിമോൻ കാണുമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ കേസരി പത്രത്തിൽ കേസരി
കേസരിയോടൊപ്പം പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം പുഷ്കലമാകുന്നത്. കേസരി ആരാന്നറിയാലോ? കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയപ്പെടുന്ന വളരെയധികം പ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകനും നിരൂപകനും സാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് കേസരി. അദ്ദേഹത്തോടൊപ്പം കേസരി പത്രത്തിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം വളരെയധികം വികസിക്കുന്നത് കേട്ടോ. ആ സമയത്താണ് 1934 അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകൃതമായി. 1934 അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകൃതമായി. നോവലിന്റെ പേരെന്തായിരുന്നു? ത്യാഗത്തിനു പ്രതിഫലം എന്നായിരുന്നു കേട്ടോ. ത്യാഗത്തിനു പ്രതിഫലം എന്നായിരുന്നു ആ നോവലിന്റെ പേര്. അദ്ദേഹത്തെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ നോവൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായിരുന്നു പ്രശസ്തിയിലേക്ക് ഉയർത്തിയ നോവല്? ചെമ്മീൻ അല്ലേ? കൊച്ചുമുതലാളിയും കറുത്തമ്മയും പരീക്കുട്ടിയും അല്ലേ? പരീക്കുട്ടിയാണ് കൊച്ചുമുതലാളി. പിന്നെ പളനിയും ഒക്കെയുള്ള നോവൽ, വളരെ പ്രശസ്തമായിട്ടുള്ള ചെമ്പൻകുഞ്ഞും ഒക്കെയുള്ള നോവലാണ് നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവലാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തിയിലേക്ക്, കേരളത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രശസ്തി നാട് കടന്ന് എല്ലാ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ വളർത്തിയ നോവലായിരുന്നു ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1956 ഈ നോവല് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും ഈ നോവൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അപ്പോൾ ഒരുപാട് ഭാഷകളിൽ വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, ജാപ്പനീസ്, ഫ്രഞ്ച്, റഷ്യൻ തുടങ്ങി 15ലധികം ഭാഷകളിലേക്കാണ് നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടത്. ഈ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ആദ്യം വിവർത്തനം ചെയ്യപ്പെട്ട ഭാഷ ചെക്ക് ഭാഷയാണ് കേട്ടോ. ചെക്ക്. അപ്പോൾ ചെക്ക് ഭാഷയിലാണ് ആദ്യമായിട്ട് ഈ നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടത്. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥ എത്രാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞു? 13ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥ രചിക്കപ്പെടുന്നത്. കേസരി പത്രത്തിൽ കേസരിയോടൊപ്പം പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം പുഷ്കലമാകുന്നത്. 1934 അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകൃതമായി. എന്തായിരുന്നു നോവലിന്റെ പേര്? ത്യാഗത്തിന് പ്രതിഫലം എന്നായിരുന്നു നോവലിന്റെ പേര്. അദ്ദേഹത്തെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ നോവലാണ് ചെമ്മീൻ. 1956 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടു. പിന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു. വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, ജാപ്പനീസ്, ഫ്രഞ്ച്, റഷ്യൻ തുടങ്ങി 15ലധികം ഭാഷകളിലേക്ക് നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട വിദേശ ഭാഷ ചെക്കാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഞാനിപ്പോൾ ഇവിടെ കഥാപ്രസംഗം നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി വീണ്ടും കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 15ലധികം വിദേശ ഭാഷകളിലേക്കുള്ള വിവർത്തനം ഉണ്ടല്ലോ. ആ വിവർത്തനത്തിന് നേതൃത്വം നൽകിയത് യുനെസ്കോയാണ് കേട്ടോ. യുനെസ്കോയാണ് ഈ വിവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമുക്കറിയാം, ഈ ചെമ്മീൻ എന്ന് പറയുന്ന നോവലിന്റെ ഒരു പശ്ചാത്തലം എവിടെയാണെന്ന് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുറക്കാട് എന്ന് പറയുന്ന തീരപ്രദേശത്താണ് കേട്ടോ. പുറക്കാട് എന്ന് പറയുന്ന തീരപ്രദേശമായിരുന്നു ചെമ്മീൻ എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഓർക്കാവല്ലോ. ഇനി ഒന്നുകൂടെ നോക്കിക്കോളൂ. അടുത്തത് 1965 56 സിനിമ. 56നെ തിരിച്ചിട്ടാൽ എത്രയാണ്? 65. അങ്ങനെ ഓർക്കാമല്ലോ അല്ലേ? നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം 56. 56നെ തിരിച്ചിട്ടാൽ 65. 65 എന്ത് ചെയ്തു? ഈ നോവൽ എന്ത് ചെയ്തു? സിനിമയാക്കപ്പെട്ടു. അപ്പോൾ ഞാൻ സിനിമയിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ആവേശം വരും. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ നോക്കൂ, 1965 ഈ നോവൽ, ഈ പ്രസ്തുത നോവൽ എന്ത് ചെയ്തത്? ഇത് സിനിമയാക്കപ്പെട്ടത്. ആരായിരുന്നു സംവിധാനം? രാമു കരിയാട്ടായിരുന്നു അതിൻ്റെ സംവിധാനം. ആരായിരുന്നു നായകനും നായികയും? നമ്മുടെ മധുവും
ഷീലയും സത്യനും. അപ്പോൾ ഈ ത്രികോണ പ്രണയം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഒരു സൈഡിൽ മധുവും ഷീലയും കൂടെ സ്വസ്ഥമായിട്ട് പ്രണയിക്കുന്നു, അപ്പുറ സൈഡിൽ സത്യൻ ചാരി നിന്ന് കയ്യും കെട്ടി നിന്ന് പ്രണയിക്കുന്നു. പിന്നെ അങ്ങനെ പ്രണയിക്കുകയല്ല, കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണമൊക്കെ ആലോചിച്ച് വന്ന് കല്യാണം കഴിക്കുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നായികയ്ക്ക് എന്താണ്, ഭർത്താവിനോട് സ്നേഹമുണ്ട്, എന്നാൽ കാമുകനെ മറക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ത്രികോണ പ്രണയമാണ് അതിനകത്തുള്ളത്. പിന്നെ കടൽ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട മിത്ത് വരുന്നുണ്ടല്ലേ. കടലിലേക്ക് പോകുന്ന അരയനും അരയൻ്റെ പെണ്ണുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മിത്തൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നോവലാണ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് പറഞ്ഞു? പരീക്കുട്ടി, കറുത്തമ്മ, പളനി, ചെമ്പൻകുഞ്ഞ്, പിന്നെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. പഞ്ചമി എന്നൊരു ക്യാരക്ടർ ഉണ്ട്, അത് കറുത്തമ്മയുടെ അനിയത്തിയാണ് അല്ലേ. ശരി, അപ്പോൾ ഇത് സിനിമയാക്കി എന്ന് പറഞ്ഞല്ലോ. സിനിമയാക്കിയപ്പോൾ ഇതിനാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഞാൻ എഴുതാമേ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതിയുടെ സുവർണ കമലം, വെള്ളിക്കമലമൊക്കെ കിട്ടിയതുണ്ട്. ഏതാണെന്നറിയാമോടെ? നീലക്കുയിലാണല്ലേ. ഇപ്പോൾ സ്വർണം കിട്ടിയത് ഏതായിരുന്നു? സ്വർണം കിട്ടിയത് രാഷ്ട്രപതിയുടെ സുവർണ കമലം കിട്ടിയ സിനിമയാണ് ഏത്? ചെമ്മീൻ. ശരി, ഓക്കെ. അപ്പോൾ 1956 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 15ഓളം വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. യുനെസ്കോയാണ് അതിന് നേതൃത്വം നൽകിയത്. ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട വിദേശ ഭാഷ ചെക്കാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ നോവലിനെ 1956 പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലിനെ 65, 56 തിരിച്ചിട്ടാൽ 65 രാമു കരിയാട്ട് ചലച്ചിത്രമാക്കി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതിയുടെ സുവർണ കമലം നേടുന്ന സിനിമയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പരീക്കുട്ടി, കറുത്തമ്മ, ചെമ്പൻകുഞ്ഞ്, പളനി തുടങ്ങിയ കഥാപാത്രങ്ങൾ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർക്കാമല്ലോ. ഈ നോവലും സിനിമയും അരങ്ങേറുന്ന പശ്ചാത്തലം എവിടെയാണെന്ന് ചോദിച്ചാൽ പുറക്കാട് എന്ന് പറയുന്ന തീരപ്രദേശമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരി, നോക്കിക്കോളൂ. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലുകളാണ് രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ, അനുഭവങ്ങൾ പാളിച്ചകൾ, തോട്ടിയുടെ മകൻ എന്നിവ. ഏതൊക്കെയാണ്? രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ, അനുഭവങ്ങൾ പാളിച്ചകൾ, തോട്ടിയുടെ മകൻ. രണ്ടിടങ്ങഴി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് SCERTക്ക് പഠിക്കാനുണ്ട്. SCERT ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൻ്റെ SCERT ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ രണ്ടിടങ്ങഴി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് ഓണം അന്നും ഇന്നും. ഓണം അന്നും ഇന്നും അദ്ദേഹം എഴുതിയ ലേഖനമാണ്. ഇതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് 6ാം ക്ലാസ്സിൻ്റെ SCERTക്കകത്ത് ഈ ലേഖനം പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാം. ഓണം അന്നും ഇന്നും എന്നുള്ള ലേഖനം എഴുതിയത് ആരാണ്? അപ്പം നമ്മൾ തകഴിയുടെ നോവൽ നമുക്കറിയാം. ചെറുകഥകൾ ചോദിച്ചാലും, വെള്ളപ്പൊക്കമാണ് സ്ഥിരം ചോദിക്കുന്നത്, നോവൽ ചോദിച്ചാലോ ചെറുകഥ ചോദിച്ചാലോ ഒക്കെ നമ്മൾ എഴുതും. പക്ഷേ ഒരു ലേഖനം ചോദിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അങ്ങ് പഠിച്ചു വെക്കുക. ഓണം അന്നും ഇന്നും എന്നുള്ള ലേഖനം എഴുതിയത് ആരാണ്? അത് തകഴി എഴുതിയതാണ്. ഇത് 6ാം ക്ലാസ്സിൻ്റെ SCERTക്കകത്ത് പഠിക്കാനുള്ളതാണ്. രണ്ടിടങ്ങഴി ഇമ്പോർട്ടൻ്റ് ആണ്, അതും SCERTക്കകത്ത് പഠിക്കാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീനുണ്ട്, ഏണിപ്പടികൾ, കയർ, അനുഭവങ്ങൾ പാളിച്ചകൾ, തോട്ടിയുടെ മകൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രശസ്ത നോവലുകൾ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. 1980 കയർ എന്ന കൃതിക്ക് അദ്ദേഹത്തിന് എന്ത് അവാർഡ് ലഭിച്ചു? 1980 കയർ എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. ഏണിപ്പടികൾക്കോ? ഏണിപ്പടികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. തോട്ടിയുടെ മകനാണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അദ്ദേഹം ജീവൽ സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആദ്യകാല വക്താക്കളിൽ ഒരാളാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോവലാണ്, ആദ്യ നോവലാണ് തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത്. അടുത്തത് അദ്ദേഹം എഴുതിയ ഒരു രാഷ്ട്രീയ നോവലുണ്ട്. നോവലിൻ്റെ പേരെന്താണ്? രണ്ടിടങ്ങഴി എന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നോവലിൻ്റെ പേര്. അപ്പോൾ ഈ നോവൽ പിന്നീട് സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ പേരെന്താണ്? പേര് രണ്ടിടങ്ങഴി തന്നെയാണ്. സംവിധായകൻ്റെ പേരാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പി സുബ്രഹ്മണ്യം.
ഓക്കെ. അതുപോലെ തന്നെ ഏണിപ്പടികളും സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ഏണിപ്പടി സിനിമയാക്കിയ വർഷം എന്ന് പറയുന്നത് 1973 അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് സിനിമയാക്കിയ ആൾ ആരാണ്? തോപ്പിൽ ഭാസി ആയിരുന്നു അതിൻ്റെ തിരക്കഥ എഴുതിയത്. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ 1973 ഏണിപ്പടികൾ സിനിമയാക്കപ്പെട്ടു. അത് ആരായിരുന്നു തിരക്കഥ എഴുതിയത്? 1973 തോപ്പിൽ ഭാസിയാണ് അത് എഴുതിയത്. രണ്ടിടങ്ങഴി സിനിമയാക്കിയത് ആരാണ്? പി സുബ്രഹ്മണ്യമാണ് സിനിമയാക്കിയത്. അതുപോലെ തന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ അനുഭവങ്ങൾ പാളിച്ചകൾ 1973 KS സേതുമാധവൻ സിനിമയാക്കി കേട്ടോ. സേതുമാധവനാണ് മലയാളത്തിലെ ആദ്യകാലത്തൊക്കെ ഈ നോവലോ അല്ലെങ്കിൽ കഥയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സാഹിത്യ രൂപങ്ങളെ ഏറ്റവും കൂടുതൽ സിനിമയാക്കിയിട്ടുള്ളത്. നമ്മൾ മലയാറ്റൂരിൻ്റെ യക്ഷിയൊക്കെ അദ്ദേഹം ഇതുപോലെ സിനിമയാക്കിയിട്ടുണ്ട്, ഒരുപാട് നോവലുകൾ. അപ്പോൾ ആദ്യകാല ഒരു എന്താണ് അഡാപ്റ്റേഷൻ്റെ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ അനുവാദനം, ഒരു സാഹിത്യകൃതിയെ സിനിമയാക്കുന്നതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിരുന്നു നമ്മുടെ KS സേതുമാധവൻ എന്ന് ഓർത്തിരിക്കുക. ശരി, അപ്പോൾ നോക്കൂ, കയറിന് 1980 വയലാർ അവാർഡ് ലഭിച്ചു. ഏണിപ്പടികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏണിപ്പടികൾ 1973 തോപ്പിൽ ഭാസി തിരക്കഥ എഴുതി സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. തോട്ടിയുടെ മകനാണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ. പിന്നെ തകഴി എഴുതിയ രാഷ്ട്രീയ നോവലാണ് രണ്ടിടങ്ങഴി. അതിനെ സിനിമയാക്കിയതാരായിരുന്നു? പി സുബ്രഹ്മണ്യമാണ് സിനിമയാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥ ഏതാണ്? ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ഈ ഒരു ചെറുകഥയെ ജയരാജ 2007 അതേ പേരിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിം ആക്കിയിട്ടുണ്ട്. 2007 ജയരാജാണ് അതിനെ ഷോർട്ട് ഫിലിം ആക്കിയത്. കുറച്ച് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അഡാപ്റ്റേഷൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിരുന്നു സേതുമാധവൻ എന്ന്. അപ്പോൾ അഡാപ്റ്റേഷൻ ഇന്നത്തെ കാലത്ത് സിനിമയിൽ ഏറ്റവും കൂടുതൽ അഡാപ്റ്റേഷൻസ് ചെയ്യുന്നയാളാണ് ജയരാജ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഷേക്സ്പിയറുടെ കൃതികളൊക്കെ മലയാളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറ്റി എഴുതി കഥയാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ ജയരാജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒഥല്ലോയുടെ അഡാപ്റ്റേഷനാണ് കളിയാട്ടം. അതുപോലെ അദ്ദേഹം പിന്നെ എന്താണ് ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ വീരം എന്ന് പറയുന്ന കൃതി സിനിമയൊക്കെ. അപ്പോൾ അതുപോലെ ഒരുപാട് അഡാപ്റ്റേഷൻസ് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ഇന്നത്തെ തലമുറയിൽ ജയരാജ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. വെള്ളപ്പൊക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥ. അതിനെ 2007 ജയരാജ് ഒരു ഷോർട്ട് ഫിലിം ആക്കിയായിരുന്നു. സിനിമയല്ല കേട്ടോ, ഷോർട്ട് ഫിലിമാണ്. അതേ പേരിൽ തന്നെയാണ് ഷോർട്ട് ഫിലിം ആക്കിയതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ഞാൻ പറയുന്നതിനകത്ത് സ്പീഡ് കൂടി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ മാക്സിമം പോയിന്റ്സ് പഠിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തിരി വേഗത്തിൽ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾക്കത് സ്ലോ ആക്കാനും സ്പീഡ് കൂട്ടാനും ഒക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ ആപ്പിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങളത് സ്ലോയിലിട്ടോ എന്നെ അങ്ങ് ഭയങ്കര സ്ലോ മോഷനിലാക്കിയോ നമ്മൾ നീർത്ത പടം പോലെയൊക്കെ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ കുറച്ച് വേഗത്തിൽ പോവുകയാണ്. നമുക്ക് കുറേ പോർഷൻസ് തീരാനുണ്ട്. പിന്നെ ഒരുപാട് പോയിന്റ്സ്, നമുക്ക് ഒരു പോയിന്റ്സും വിട്ട് കളയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കാട്ടിക്കൂട്ടി വെച്ചാൽ പോരാ. എല്ലാ പോയിന്റ്സും നമുക്ക് വേണം. ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല. സോ ക്ലാസ് കുറച്ച് വേഗത്തിൽ പോകും. നിങ്ങൾ എൻ്റെ കൂടെ ഓടി വരിക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ കൂടെ വരണേ എന്ന്. എൻ്റെ കൂടെ പയ്യെ നടന്ന് വന്നാൽ പോരാ, ഓടി വേണം വേഗത്തിൽ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയും പോലെ ഹാജാസ് ക്ലാസ്സസിൻ്റെ 2 ബാച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതൊക്കെയാണ്? സെക്രട്ടറി അസിസ്റ്റൻറ്റും അസിസ്റ്റൻ്റ് സെയിൽസ്മാനും. രണ്ടിനും നമ്മൾ പ്രത്യേകം ഓഫറുകൾ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. 10,000 രൂപ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ, ആപ്പുകൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ കോഴ്സുകൾ എടുക്കാനോ പോയി പഠിക്കാനോ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് പഠിതാക്കളുണ്ട്, ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത്. 5,999 രൂപയാണ് കോഴ്സിൻ്റെ ഒറിജിനൽ ഫീ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ. അതിന് നമ്മളിപ്പോൾ എത്രയാക്കിയിട്ടുണ്ട്? 1,999 ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം. അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സെയിൽസ്മാനും നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട്. 1,999 എന്നുള്ള കോഴ്സിന് നമ്മൾ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വരിക, പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ കയ്യിൽ വളരെ വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പഠിച്ചു തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് വേണ്ടി ഏത് വിധേനയും എല്ലാ പോർഷൻസും പഠിച്ച് നിങ്ങളെ പഠിപ്പിച്ച് എത്രത്തോളം പോയിന്റ്സ് വേണോ, എത്രത്തോളം ഫാക്ട്സ് വേണോ അതെല്ലാം കളക്ട് ചെയ്ത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയും വിധം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും.
24 hours നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത്. ടീം ഹാജാസ് ക്ലാസ്സസ് എപ്പോഴും നിങ്ങൾക്ക് കൂടെ, നിങ്ങളുടെ കൂട്ടിന്, നിങ്ങളുടെ പഠിത്തത്തിന് കൂട്ടിനായിട്ടുണ്ട്. ഓർക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യൂ, പഠിക്കൂ, വിജയത്തിലെത്തൂ. ഓക്കെ, ശരി, ബാക്കി പോയിന്റ്സിലേക്ക് പോവാം. നോക്കൂ, പ്രധാനപ്പെട്ട ചെറുകഥാ സമാഹാരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒരു കുട്ടനാടൻ കഥ, ജീവിതത്തിൻ്റെ ഒരേട്, തകഴിയുടെ കഥ, ഇൻകുലാബ്, ഘോഷയാത്ര, ഞാൻ പിറന്ന നാട്. ഈ ഞാൻ പിറന്ന നാട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ചെറുകഥാ സമാഹാരം, ഒരു കുട്ടനാടൻ കഥ, ജീവിതത്തിൻ്റെ ഒരേട്, തകഴിയുടെ കഥ, ഇൻക്വിലാബും ചോദിച്ചിട്ടുണ്ട്. ഇൻക്വിലാബ്, ഘോഷയാത്രയും ചോദിച്ചിട്ടുണ്ട്. ഘോഷയാത്ര എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഘോഷയാത്ര എന്നുള്ള പേരിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയുണ്ട്. ഇത് തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഘോഷയാത്ര എന്ന് തന്നിട്ട് ആരുടെ ചെറുകഥാ സമാഹാരമാണെന്നായിരിക്കും. നമ്മൾ ഘോഷയാത്ര കണ്ട് ശീലിച്ചിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ ക്വസ്റ്റ്യനിലായതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാതെ, ഇടം വല്ലം നോക്കാതെ നമ്മൾ ഏറി കുഞ്ചൻ നമ്പ്യാരെ കർപ്പിച്ച് കളയും. അതുകൊണ്ട് കുഞ്ചൻ നമ്പ്യാരല്ല കേട്ടോ. ഘോഷയാത്ര എന്നുള്ളത് തകഴിയുടെ ചെറുകഥാ സമാഹാരം, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതി. ഓക്കെ, അടുത്തത് നോക്കാം. അദ്ദേഹത്തിൻ്റെ 4 കഥകളെ ആസ്പദമാക്കി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഫാക്റ്റ് ആണ് ചോദിച്ചത്, സ്റ്റേറ്റ്മെന്റ് തന്നാണ് ചോദിച്ചത്. തകഴിയുടെ 4 കഥകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ 3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 4 കഥകളെ ആസ്പദമാക്കി 8 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 4 കഥകളെ ആസ്പദമാക്കി 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ട് 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, എല്ലാം തെറ്റെന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഈ 4 കഥകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമകൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 4 കഥകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ 4 കഥകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് 4 പെണ്ണുങ്ങൾ. ഏതാണ്? 4 പെണ്ണുങ്ങൾ. വർഷം ഏതാണ്? 2007. വർഷം ഏതാണ്? 2007. അദ്ദേഹം എഴുതിയ സാമൂഹിക നാടകമാണ് തോറ്റിട്ടില്ല. തോറ്റിട്ടില്ല, സാമൂഹ്യ നാടകത്തിൻ്റെ പേരാണ് തോറ്റിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു നാടകമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു നാടകമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ പേരാണ് തോറ്റിട്ടില്ല. വർഷം കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ, 1946. എത്രയാണ്? 1946. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 4 കഥകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ 2007 സംവിധാനം ചെയ്ത സിനിമയാണ് 4 പെണ്ണുങ്ങൾ. അദ്ദേഹം എഴുതിയ സാമൂഹിക നാടകമാണ് തോറ്റിട്ടില്ല. തകഴി ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ പേരാണ് എന്താണ്? തോറ്റിട്ടില്ല എന്നുള്ളത്. ഏതായിരുന്നു വർഷം? 1946. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർമ്മയുടെ ഓളങ്ങളിൽ. ആരായിരുന്നു? മുമ്പ് 2 ഭാഗങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരാളുടെ ആത്മകഥയുടെ പേര് പറഞ്ഞു. ഓർമ്മയുടെ ഓളങ്ങളിൽ ആരാണെന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നേരത്തെ ഭാഗങ്ങൾ പഠിച്ചവർക്ക് ഓർമ്മ കാണും. ആരാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എഴുതിയത്? ഇനി അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? 1999 ഏപ്രിൽ 10 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, 1999 ഏപ്രിൽ 10 അദ്ദേഹം അന്തരിച്ചു. ശരി, അപ്പോൾ തകഴിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ 3ാമത്തെ ആളിനെയാണ് പരിചയപ്പെട്ടത്, തകഴി. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ഒന്നുപോലും വിട്ടു പോകാതെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ കാണുക. ഞാൻ പറഞ്ഞു കുറച്ച് വേഗത്തിലാണ് ക്ലാസ്സുകൾ പോവുക. എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എത്തിക്കഴിഞ്ഞു. നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പരീക്ഷ വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് വളരെ പതുക്കെ പതുക്കെ പഠിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. വളരെ പരിമിതമായ സമയത്തിനകത്ത് ഒരു വലിയ പരീക്ഷയെ ക്രാക്ക് ചെയ്യുക, ഒരു വലിയ സിലബസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആ ഉദ്ദേശം മനസ്സിലാക്കി തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവുക. അപ്പോൾ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് കേൾക്കുക, റിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക. വിജയത്തിലേക്ക് എത്തും, ഉറപ്പായും നിങ്ങൾ വിജയത്തിലെത്തും, ജോലി നേടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതേ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടാവണം. നന്നായി പഠിക്കുക, വിജയികളാവുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു ഭാഗവുമായിട്ട് MEM സീരീസിൽ കാണാം. അതുവരേക്കും നമസ്കാരം.